Hello friends, ഇതാണ് LGയുടെ all-in-one convection. ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഓവൻ്റെ കൂടെ കിട്ടിയ മാനുവൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ മാനുവൽ ഒന്ന് നോക്കിയാലോ, അതിൽ ലോ കളറിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഡിഷസ് ഞാൻ കാണിക്കാം. കണ്ടില്ലേ, നമ്മൾ ഓവനിൽ ലോ കളറിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കോഡുകളായിരിക്കും വരുന്നത്. HP9, HP10 കണ്ടോ. ഇങ്ങനെ ചെയ്യുന്ന റെസിപ്പീസിനൊക്കെ വെയിറ്റ് ലിമിറ്റഡ് ആയിരിക്കും. കണ്ടില്ലേ, സോയാബീൻ കറിക്ക് തന്നെ വെയിറ്റ് ലിമിറ്റ് ഒരു 200 grams ആണ് കൊടുത്തിട്ടുള്ളത്. ഏത് യൂട്ടൻസിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവർ മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, യൂട്ടൻസിൽ എന്ന് പറഞ്ഞാൽ മൈക്രോസേഫ് ബൗൾ, പിന്നെ ഇൻസ്ട്രക്ഷൻസ്, മെത്തേഡ്, ഇതെല്ലാം നോക്കി നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലോ കലോറിയിൽ കടു ബിഞ്ചാൽ എന്ന റെസിപ്പി ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. HP7 ആയിരുന്നു അതിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്നത്. HP7ൻ്റെ താഴെയായിട്ടൊരു സിമ്പിൾ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ, അത് വെയിറ്റ് കൊടുക്കണമെന്ന് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് നമുക്ക് വെയിറ്റ് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് മാക്സിമം 400 grams ആണ് കൊടുക്കാൻ പറ്റുന്നത്. താഴെയായിട്ട് ഉണ്ടല്ലേ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ സ്റ്റാർട്ടിൻ്റെ സിമ്പിളാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് നോക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്കൊരു റെസിപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഏത് മെനു ആണെന്ന് നോക്കുക, അതിൻ്റെ കോഡ് നോക്കുക, ഇൻസ്ട്രക്ഷൻ നോക്കുക, മെത്തേഡ് നോക്കുക, അതനുസരിച്ച് വെയിറ്റ് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. സിമ്പിൾ. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കോഡുകൾ കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. നമുക്ക് ഈസി ആക്സസിന് വേണ്ടി നമുക്ക് ടൈം സെറ്റ് ചെയ്യുന്ന ഏരിയ നോക്കാം.
10 seconds, 1 minute, 10 minutes ഇതെല്ലാം പ്രസ് ചെയ്യുന്നതനുസരിച്ച് കൂട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനിയാണ് മെയിൻ പാർട്ടായ മോഡുകൾ നോക്കാം. മൈക്രോ, ഗ്രിൽ, കൺവെക്ഷൻ, കോമ്പിനേഷൻ 4 മോഡ്സ് ഉണ്ട്. പിന്നെ സ്റ്റീം, ക്ലീൻ, മോർ ആൻഡ് ലെസ്. നമുക്ക് വെയിറ്റ് കൊടുക്കാൻ പറ്റും, അതുപോലെ ടെമ്പറേച്ചർ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റോപ്പ് ആൻഡ് ക്ലിയർ, സ്റ്റാർട്ട് ബട്ടൺ. നെക്സ്റ്റ് ഓവൻ്റെ കൂടെ കിട്ടിയ 2 റാക്കുകളാണ്, ലോ റാക്കും ഹൈ റാക്കും. ഈ 2 റാക്കും മൈക്രോമോഡിൽ യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കി വരുന്ന ഗ്രിൽ, കൺവെക്ഷൻ, ഗ്രിൽ കോമ്പി, കൺവെക്ഷൻ കോമ്പി ഇതിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് മൈക്രോ മോഡിനെ കുറിച്ചാണ്. മൈക്രോ മോഡിലാണ് നമ്മുടെ കുക്കിങ്, ബോയിലിങ്, റീഹീറ്റിങ് ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. പക്ഷേ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ നോക്കിയാൽ മൈക്രോ മോഡിന് 5 പവർ ലെവൽസ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഡീഫോൾട്ടായിട്ട് 900 വരും, പിന്നെ 720, പിന്നെ 540, പിന്നെ 360, പിന്നെ 180. ഇങ്ങനെ 5 പവർ ലെവലാണ് ഉള്ളത്. ഓരോ പവർ ലെവൽ അനുസരിച്ചുള്ള യൂസസും അതിൻ്റെ ആക്സസറീസും എല്ലാം നമ്മുടെ മാനുവലിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഗ്ലാസസ് ഉപയോഗിക്കാം, പിന്നെ സിലിക്കോൺ, പിന്നെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ. മെറ്റൽ യൂസ് ചെയ്തുള്ള ഒരു കളിയും വേണ്ട. മെറ്റൽ യൂസ് ചെയ്തുള്ള ഒരു പാത്രവും നമുക്ക് യൂസ് ചെയ്യാകത്തില്ല. അത് ഒരു ചെറിയ ഡിസൈൻ പോലുള്ള പാത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാകത്തില്ല, സ്പാർക്കിംഗ് ഉണ്ടാവും. മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രങ്ങൾ നമുക്ക് ഷോപ്പിൽ നിന്ന് അവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ലേബൽ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ നമുക്കൊന്ന് നോക്കി ഇത് സേഫ് ആണോ എന്ന് നോക്കി മനസ്സിലാക്കാം. നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ എക്സ്റ്റൻഷൻ ബോർഡൊന്ന് യൂസ് ചെയ്തുകൂടാ കേട്ടോ. ഇനി മൈക്രോ മോഡിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയുമാണ് നമ്മൾ മൈക്രോ മോഡിനെ കുറിച്ച് അറിഞ്ഞു വെക്കേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രിൽ മോഡിനെ കുറിച്ചാണ്. ഇതാണ് ഈ മോഡിൽ യൂസ് ചെയ്യുന്ന റാക്ക്. ഇതാണ് ഹൈ റാക്ക് എന്ന് പറയും. നമുക്ക് ഫുഡ് ഐറ്റംസ് ജസ്റ്റ് ബ്രൗൺ ചെയ്യാനും ക്രിസ്പി ആക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ. ഇതിൽ ടെമ്പറേച്ചറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗ്രില്ല് പ്രസ് ചെയ്യുക, പിന്നെ നമുക്ക് എത്ര ടൈമാണ് വേണ്ടതെന്ന് വെച്ചാൽ ടൈം കൊടുത്ത് സ്റ്റാർട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ യൂട്ടൻസിൽസൊക്കെ നമുക്ക് ഈ മോഡിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ പിന്നെ ഓവൻ്റെ മുകളിലായിട്ടുള്ള ഹീറ്ററാണ് വർക്കാവുന്നത്. അതുകൊണ്ടാണ് ഹൈ റാക്ക് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ആ മുകളിൽ നിന്നുള്ള ഹീറ്റ് പെട്ടെന്ന് നമ്മുടെ ഫുഡ് ഐറ്റത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചിക്കനൊക്കെ ഈ മോഡിൽ ഡയറക്റ്റ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കുക്കാകത്തില്ല. നമ്മളല്ലാതെ കുക്കറിൽ വെച്ച് എല്ലാം വേവിച്ച് വെക്കുന്നതാണ് ബെറ്റർ. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ 2 പ്രോസസ്സും നടക്കേണ്ടത്. നമുക്ക് ഗ്രിൽ മോഡിൽ ഉൾഭാഗവും വേവണം, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ബ്രൗൺ ആയിട്ടും ഒക്കെ ഇരിക്കണം. അതിന് വേണ്ടിയുള്ള ഒരു മോഡാണ് കോമ്പി മോഡ്. കോമ്പി മോഡ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ മോഡ്. 2 മോഡുകൾ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണിത്. ഇപ്പോൾ നമുക്ക് മൈക്രോ ഗ്രില്ലും എടുത്ത് ചെയ്യാം, അല്ലാതെ മൈക്രോ കൺവെക്ഷൻ എടുത്തും ചെയ്യാം. കണ്ടില്ലേ? ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മൈക്രോയും ഗ്രില്ലും മോഡാണ്. അതിന് 360 പവർ വരെ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും. ടൈം പിന്നെ കൊടുത്തിട്ട് നമ്മൾ ബാക്കി മോഡുകൾ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ മോഡ് യൂസ് ചെയ്ത് ഉൾഭാഗം നല്ല വെന്തും കിട്ടും, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ബ്രൗൺ ആയിട്ടും ഇരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കൺവെക്ഷൻ മോഡ്. ഈ മോഡിലാണ് നമ്മൾ ബേക്കിംഗ് പ്രോസസ്സൊക്കെ നടക്കുന്നത്. ലൈക്ക് പിസ്സ, ബ്രെഡ്, കുക്കീസ്, അങ്ങനെ കുറേ ഐറ്റംസ്.
നമുക്ക് കൺവെക്ഷൻ മോഡ് നോക്കാം. കൺവെക്ഷൻ മോഡിനകത്ത് ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യുന്നത്. 180 ആണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഇത് നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് യൂസ് ചെയ്ത് മാക്സിമം ആയിട്ടുള്ള 230 വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, മിനിമം എന്ന് പറയുന്നത് 40 ആണ് ടെമ്പറേച്ചർ. ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. 180 ആണ് ഓൾമോസ്റ്റ് എല്ലാ കേക്കിനും നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ മോഡിന് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. പ്രീ ഹീറ്റിംഗ് എന്നൊരു പ്രോസസ്സ് കൂടെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ദോശ ചുടുമ്പോൾ കല്ല് ചൂടാക്കില്ലേ ഫസ്റ്റ്, അതേ പ്രോസസ്സാണ് ഇതിലും നടക്കേണ്ടത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 180 ഡിഗ്രിയിൽ നമുക്കൊരു കേക്ക് ബേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടെമ്പറേച്ചർ നമ്മുടെ ഓവൻ്റെ ക്യാവിറ്റിയിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് പ്രീ ഹീറ്റിംഗ് എങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ലോ റാക്ക് വെച്ചിട്ടാണ് നമ്മൾ പ്രീ ഹീറ്റ് കൊടുക്കേണ്ടത്. പ്രീ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു 10-11 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. അത് നമ്മുടെ ഇപ്പം 180 കൊടുത്തതെന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ ആ ക്യാവിറ്റിയിലാവുന്ന വരെ ടൈം എടുക്കും. എന്നിട്ട് നമ്മൾ ആ ടൈം കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാകും. അപ്പോൾ തന്നെ നമ്മൾ 1 മിനിറ്റിനുള്ളിൽ ബാറ്റർ എടുത്ത് വെക്കണം. ഗ്ലൗസ് യൂസ് ചെയ്തേ നമ്മൾ ബാറ്റർ എടുത്ത് വെക്കാവൂ കേട്ടോ. നല്ല ചൂടായിരിക്കും പുറത്തോട്ട് വരുന്നത്. അപ്പോഴേ തന്നെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഡിഗ്രിയാണെന്ന് വെച്ചാൽ അതും നോക്കിയിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. 30 മിനിറ്റൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി കൊടുക്കുന്നത്. 27 ഒക്കെ ആകുമ്പോഴത്തേന് ഓക്കെ ആവും ചില കേക്കുകളും. ബേക്കിംഗ് ടൈമൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആൻഡ് ക്ലിയർ കൊടുക്കണം. ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഫാൻ വർക്കാവും. അതെന്തിനാന്ന് വെച്ചാൽ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓവർ ആയിട്ടുള്ള ഹീറ്റ് പുറത്താൻ വേണ്ടിയിട്ടാണ് ആ ഫാൻ വർക്കാവുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പ്ലഗ് ഓഫ് ചെയ്യാവൂ കേട്ടോ. എപ്പോൾ ഫാൻ ഓഫ് ആവുന്നോ അപ്പം മാത്രമേ നമ്മൾ പ്ലഗ് ഓഫ് ചെയ്യൂ. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് കവറിങ് ഒന്നും പാടില്ല. നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് മാത്രമേ ഓവൻ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടേ വെച്ചേക്കാവൂ. ഈ കാണിച്ചേക്കുന്നതാണ് കൺവെക്ഷൻ മോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.